രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരെ ഇപ്പോഴും സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ മാത്രമല്ല, സർക്കാരിന്റെ പോലീസും സന്ദീപ് വാര്യറിന്റെ പിന്നാലെ തന്നെയാണ്. എന്നാൽ താൻ ഇപ്പോഴും എപ്പോഴും സ്ത്രീപക്ഷത്താണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം. സ്ത്രീകളെ ബഹുമാനിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA തീരുമാനം കേവലം ഒരു നടപടി മാത്രമല്ല, ഇത് ഞങ്ങളുടെ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷ നിലപാടിന്റെ ഉറച്ച പ്രഖ്യാപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു നടപടിയിലൂടെ സ്ത്രീകൾക്കെതിരായ വിഷയങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ വ്യക്തി താല്പര്യങ്ങളല്ല, പാർട്ടിയുടെ ധാർമ്മികതയും നീതിബോധവുമാണ് വിജയിച്ചത്. ഇത് കോൺഗ്രസ് എന്നും മുറുകെ പിടിക്കുന്ന സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് സ്ത്രീപക്ഷമാണെന്ന് ഓരോ തവണയും അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടികളെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. ഭരണ സ്വാധീനം ഉപയോഗിച്ച് അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയുടെ ഈ നിലപാടിനെ കണ്ട് പഠിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചു. പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ? അതെ, കേരളത്തെ ഭരിച്ച് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടത് സർക്കാർ തന്നെ. ഒരു പരാതിയും അതിജീവിതയും ഉണ്ടായ കേസായിരുന്നു മുകേഷിന്റേത്. എന്നാൽ പാർട്ടി എന്ത് നടപടിയാണ് മുകേഷിനെതിരെ എടുത്തത്? ഒരു ചെറിയ നീക്കം പോലും സർക്കാർ നടത്തിയില്ല. അപ്പോൾ തന്നെ മനസ്സിലാകും ഈ സർക്കാർ കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്ന, അവരെ കൂടെ നിർത്തുന്ന പാർട്ടിയാണെന്ന്. ആ സർക്കാരും സർക്കാരിന്റെ പോലീസും ചേർന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെ ക്രൂശിക്കാൻ നോക്കുന്നത്. ഇതൊരിക്കലും ശരിയായ നടപടിയല്ല. ആദ്യം സ്വന്തം പാർട്ടിയിലെ പീഡന വീരന്മാർക്കെതിരെ നടപടികൾ എടുക്കുക, എന്നിട്ട് മതി ബാക്കി. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ നടപടി വളരെ മാതൃകാപരമാണ്. ഈ വിഷയം വന്നപ്പോൾ തന്നെ മുന്നും പിന്നും നോക്കാതെയാണ് രാഹുലിനെതിരെ നടപടികൾ സ്വീകരിച്ചത്. കാരണം ഉന്നതരായ വ്യക്തികളോ താല്പര്യങ്ങളോ അല്ല, നീതിബോധമാണ് വലുതെന്ന് പാർട്ടിക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ തീരുമാനമെടുത്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടെന്ന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആവർത്തിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തി.